ഹായ് ഡിയേഴ്സ്, യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു കിടിലൻ ഐറ്റം കണ്ടത്. പാല് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. പാല് മാത്രം അല്ല, പഞ്ചസാരയും അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി നാരങ്ങ നീരും കൂടി വേണം. അപ്പോൾ സംഭവം സെറ്റ്. എന്നാ പിന്നെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞ കേട്ടോ രാത്രി. അതാണ് ഒരു വിഷയം. എന്നാലും കുഴപ്പമില്ല, ആഗ്രഹങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണം. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. എന്നാ പിന്നെ നമുക്ക് പോയി ഒന്ന് ചെയ്ത് നോക്കിയാലോ. ചായ ഇടാൻ വെച്ചിരിക്കുന്ന പാല് പിരിഞ്ഞു പോയാൽ നമുക്കൊരു സങ്കടം തോന്നുമെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ പാലിനെ മനഃപൂർവ്വമായിട്ടൊന്ന് പിരിപ്പിച്ചെടുക്കുക. 1 കപ്പ് പാലെടുക്കുക, അതിൻ്റെ അകത്തേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് അതിനെ നമുക്കൊരു തുണിയിലൂടെ അരിച്ച് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിൽ വീണ്ടും 1 കപ്പ് പാല് വെച്ചിട്ട് അത്യാവശ്യം തിളപ്പിക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3, 4, 5 കരണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, പിഴിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന ഈ ഒരു സംഭവം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഇതേപോലെ. പക്ഷേ ഇതേപോലെ കരിക്കാൻ നിൽക്കരുത്, ഇത് ഇച്ചിരി അടി പിടിച്ചു. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തിലെങ്കിലും നമുക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. തണുക്കാൻ കുറച്ച് നേരം വിടുക. തണുത്തതിന് ശേഷം ഇതേപോലെ എടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാനൊരു മിൽക്ക് പ്രോഡക്റ്റ് ലവർ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായം പറയാൻ മറക്കണ്ട.